കൺഫേംഡ് ലിസ്റ്റിലേക്ക് അതാ അവസാന നിമിഷം വീണ്ടും 3 പേര് കൂടി 100% കൺഫേംഡ് ആണ്. പക്ഷേ നമ്മുടെ മുന്നത്തെ ലിസ്റ്റിൽ നിന്നും 1-2 പേര് സംശയത്തിന്റെ നിഴലിൽ നിൽക്കുകയാണ്. കുറേ പേരിങ്ങനെ കമന്റ് ചെയ്യുന്ന ഞാൻ കണ്ടു. ഇന്ത്യ ടൈംസ് ഓഫ് ഇന്ത്യയിൽ കൊടുത്തിരുന്നു, എന്താ ഇവര് ബിഗ് ബോസിലേക്ക് നമ്മളില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അത് സംഭവം സത്യമാണോ, അതിനകത്ത് എന്തെങ്കിലും വാസ്തവം ഉണ്ടോ, അത് ഇവർ വെറുതെ പറഞ്ഞതാണോ? എന്തായാലും ലിസ്റ്റിനകത്ത് പുതിയ 3 പേര് കൂടി വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ബിഗ് ബോസ് മലയാളത്തിൽ ഇത്തവണ 18 കണ്ടസ്റ്റൻസ് ആയിരിക്കോ 20 കണ്ടസ്റ്റൻസ് ആയിരിക്കോ? കാരണം ഇപ്പൊ ലിസ്റ്റ് 20 ആയി. കൺഫർമേഷൻ കൊടുത്ത കണ്ടസ്റ്റൻസിന് 20 ആയി പേരുകൾ. അപ്പം മൊത്തം പേരെയും കയറ്റുമോ? കോമണേഴ്സ് കൂടാതെ 20 പേരാകുമ്പോഴത്തേക്ക് എല്ലാവരെയും കയറ്റോ? അതോ കഴിഞ്ഞ വർഷത്തെ പോലെ വൈൽഡ് കാർഡിലേക്ക് തള്ളപ്പെടുവോ? കാരണം പൂജയൊക്കെ കഴിഞ്ഞ നമ്മൾ കൺഫേം പറഞ്ഞത് അവസാനം വൈൽഡ് കാർഡിലേക്ക് തള്ളപ്പെട്ടു അല്ലേ? അപ്പൊ അതുപോലെയൊക്കെ ആവുമോ എന്തോ. എന്തായാലും കോമണേഴ്സിന്റെ ഓഡീഷൻ തുടങ്ങിയിട്ടുണ്ട്, അത് അറിഞ്ഞോ? അതിന്റെ അപ്ഡേറ്റുകളും പറയാനുണ്ട്. അപ്പൊ വൈകിപ്പിക്കുന്നില്ല. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം. ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ FB പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം. അപ്പോൾ ആദ്യം കൺഫേംഡ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസിന്റെ കേസ് പറയാം. ഇപ്പൊ പുതിയതായിട്ട് 3 പേര് കൂടി കൺഫേംഡ് ആണ് എന്നാണ് ഞാൻ അറിഞ്ഞത്. നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ള ലിസ്റ്റ് അവിടെ ഇരുന്നോട്ടെ, അതിന്റെ കൂട്ടത്തിൽ ഞാൻ ഇവരെ കൂടെ കാണിക്കാം. എല്ലാ പ്രാവശ്യവും എല്ലാ പേരും കാണിച്ച് എനിക്ക് തന്നെ ഒരുമാതിരി ആവുകയാണ്. അപ്പൊ അതുകൊണ്ട് പുതിയതായിട്ട് ഉള്ള 3 പേരെ ഞാൻ കാണിക്കാം. അതിനകത്ത് ഒന്നാമത്തെ ആള് ആക്ടർ ആയിട്ടുള്ള ഷാനവാസ് ഷാനു. ഷാനവാസ് കൺഫേംഡ് ആണെന്നാണ് അറിയുന്നത്. ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ മൊത്തം 18 പേര് പറഞ്ഞിട്ട് അവസാനം 3 പേര് ഞാൻ പറഞ്ഞു ഇതൊന്ന് സാധ്യതയിൽ വെച്ചിരുന്നു, കൺഫേം ആവുകയാണെങ്കിൽ ഞാൻ വന്ന് പറയാം. അപ്പോൾ ഷാനവാസ് ഷാനു കൺഫേം ആണെന്നാണ് അറിയുന്നത്. അടുത്ത രണ്ടാമത്തെ പേര് നിങ്ങൾ ഒരിടത്തും കേൾക്കാൻ സാധ്യത ഇല്ല, ഒരു RJ ആണ്, RJ ബിൻസി. RJ ബിൻസിയും കൺഫേംഡ് ആണെന്നാണ് കേട്ടോ അറിയുന്നത്. RJ ബിൻസി, ഇതാണ് RJ ബിൻസി. അപ്പം നമ്മൾ മുന്നേ ഒന്നും പറഞ്ഞിട്ടില്ലാത്ത ഒരു പേരാണ്. RJ ബിൻസിയും കൺഫേംഡ് ആണ്. ഇനി അടുത്ത് മൂന്നാമത്തെ ഒരു പേര് നമ്മുടെ ആക്ടർ ആയിട്ടുള്ള രഞ്ജിത്ത് മുൻഷി. ഇതാണ് രഞ്ജിത്ത് മുൻഷി. ഈ രഞ്ജിത്ത് മുൻഷിയും കൺഫേംഡ് ആണെന്നാണ് ഇപ്പോൾ അറിയാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞ 3 പേരുകളും കൂടി നേരത്തെ തന്നെ കൂട്ടത്തിൽ ആഡ് ചെയ്ത് വെക്കുക. ഷാനവാസ് ഷാനു, RJ ബിൻസി, മുൻഷി. ഓക്കെ, രഞ്ജിത്ത് മുൻഷി. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതിനകത്ത് ഇപ്പം ഡൗട്ടായിട്ട് നിൽക്കുന്ന പേരുകൾ ആരൊക്കെയെന്ന് പറഞ്ഞുതരാം. ആദ്യം ഞാൻ നേരത്തെ പറഞ്ഞ ലിസ്റ്റ് ഒന്നുകൂടെ പടപട പറയുവാണ്. കാണിക്കുന്നില്ല ഫോട്ടോ ഒക്കെ കാണിച്ച് അവസാനം വേറൊരു വലിയ വീഡിയോ ആക്കിയിട്ട് എല്ലാം കൂടെ വരട്ടെ. അഭിശ്രീ, അനുമോള്, നെവിൻ, ബിന്നി സെബാസ്റ്റ്യൻ, ആര്യൻ കദോരിയ, ഈ 5 പേരും ഓക്കെ, പെർഫെക്റ്റ്, നമുക്ക് മാറ്റി വെക്കാം. ഇനി അടുത്ത് അവന്തിക മോഹൻ. അവന്തിക മോഹനാണ് ഈ പറയുന്ന പോലെ ടൈംസ് ഓഫ് ഇന്ത്യ എടുത്ത് പറഞ്ഞത് ഞാൻ ബിഗ് ബോസിൽ പോകുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ സംശയമുണ്ട്, നമുക്ക് മാറ്റി നിർത്തിയേക്കാം. പൂർണ്ണമായിട്ടും തള്ളിക്കളയാൻ പറ്റത്തില്ല, നമുക്ക് മാറ്റി നിർത്തിയേക്കാം. പക്ഷേ കൺഫേംഡ് ആണെന്നാണ് കേൾക്കുന്നത് കേട്ടോ, നമുക്ക് മാറ്റി നിർത്തിയേക്കാം, അവിടെ ഇരുന്നോട്ടെ. ഇനി അതുപോലെ തന്നെ ജിഷിൻ മോഹനും ഒരു 90% പക്കയാണ്. എന്നാലും ജിഷിൻ മോഹന്റെ കേസിലും ഇതുപോലെ സംശയമുണ്ട്. അപ്പൊ നമുക്കൊന്ന് മാറ്റി നിർത്താം. ഇനി ബാക്കി കൺഫർമേഷൻ ഞാൻ പറയുവാണ്. ദീപക് മോഹൻ കൺഫേംഡ് ആണ്, ആദില നൂറ, അക്ബർ ഖാൻ. അടുത്ത് രേഖ രതീഷ് ടൈംസ് ഓഫ് ഇന്ത്യ എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഞാൻ ബിഗ് ബോസിലോട്ടൊന്നും ഇല്ലെന്ന്. പക്ഷേ രേഖ രതീഷ് കൺഫേംഡ് ആണെന്നാണ് ഞാൻ അറിയുന്നത്. കൺഫേംഡ് ആണെന്നാണ് അറിയുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മാറ്റണ്ട, നമുക്ക് ഈ ലിസ്റ്റിൽ തന്നെ വെച്ചിരിക്കാം. അടുത്ത് രേണു സുധി, അപ്പാനി ശരത്ത്, ഷാരിക, ഒനിയൽ സാബു, ഇവർ 4 പേരും കൺഫേംഡ് തന്നെയാണ്, ഇതിൽ മാറ്റമൊന്നുമില്ല. ഇനി അടുത്ത് നമ്മൾ പറഞ്ഞിരുന്ന RJ അഞ്ജലിക്ക് നല്ല ചാൻസസ് ഉണ്ട്. RJ ബിൻസി ഇപ്പൊ കൺഫേംഡ് ആണെന്ന് കേൾക്കുന്നതുകൊണ്ടാണ് RJ അഞ്ജലിക്ക് ചാൻസ് കുറവാണോ എന്നൊരു സാധനം വരുന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു ഡൗട്ടാണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞുള്ള ഷാനവാസ് ഷാനു കൺഫേംഡ് ആയി. പിന്നെ റോഷൻ ബഷീർ നമ്മുടെ ദൃശ്യത്തിലെ വരുണാണ്. ദൃശ്യത്തിലെ വരുണും പറഞ്ഞിട്ടുണ്ട് ഞാനും ബിഗ് ബോസിലേക്ക് ഇല്ല എന്ന് ടൈംസ് ഓഫ് ഇന്ത്യയുടെ അടുത്ത്. പക്ഷെ അത് സംശയിക്കേണ്ടിയിരിക്കുന്നു, അവിടെ ഇരിക്കട്ടെ. ഓക്കെ, പിന്നെ നമ്മളിപ്പോൾ പറഞ്ഞ RJ ബിൻസിയും രഞ്ജിത്ത് മുൻഷിയും. അപ്പോൾ ടോട്ടൽ ഇത്രയും പേരുകളാണ് ഇതിനെക്കുറിച്ച് പറയുക. ഇതിനകത്ത് ഡൗട്ട് ഉള്ളത് ഞാൻ പറഞ്ഞല്ലോ, അവന്തിക മോഹൻ, ജിഷിൻ മോഹൻ, RJ അഞ്ജലി, റോഷൻ, ഈ 4 പേരിലെ ഡൗട്ടുള്ളൂ. ബാക്കിയെല്ലാം പക്കാ ഷുവർ തന്നെയാണ്, മാറ്റമൊന്നുമില്ല. നമുക്കറിയാം എപ്പോഴും ബിഗ് ബോസിന്റെ കേസിൽ കൺഫർമേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിനകത്ത് കയറി എന്ന് പറയാനേ പറ്റുള്ളൂ തന്നെയല്ലോ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞു, എനിക്ക് തോന്നുന്നു ഒരു പ്രവീണിന്റെ പേരൊക്കെ നമ്മൾ പറഞ്ഞു, ഒരു മാർക്കറ്റിംഗ് മല്ലു പ്രവീൺ. അപ്പൊ അവസാനം ഇയാളെന്താ വീട്ടിൽ കയറാത്തെ, ചെന്നൈയിൽ അവിടെ എത്തിയിട്ടുണ്ടല്ലോ, ചെന്നൈയിൽ വന്നിട്ടുണ്ടല്ലോ എന്നൊക്കെ ഉള്ള ഒരു ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ അവസാനം അത്ര പോലെ നമുക്ക് പറയാൻ പറ്റത്തില്ല, ഒന്നും എല്ലാം അൺപ്രഡിക്റ്റബിൾ ആണ്. അപ്പൊ ഈ പറഞ്ഞ 3 പേര്, ഇപ്പൊ പറഞ്ഞ ഷാനവാസ്, RJ ബിൻസി, അതുപോലെ തന്നെ രഞ്ജിത്ത് മുൻഷി, ഇവർ 3 പേരും കൺഫേംഡ് ആണ്. കൺഫർമേഷൻ കൊടുത്ത ആൾക്കാരാണ് ഞാനിപ്പോൾ പറഞ്ഞ ആൾക്കാർ. ഓക്കെ, അപ്പോൾ മൊത്തം 18 പേര് തന്നെയാണ് നമ്മുടെ ലിസ്റ്റിൽ നിന്ന്, കൂടിയും കുറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷേ ഇത്തവണ കണ്ടസ്റ്റൻസ് കൂടുതലാവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. കാരണം കൂടുതൽ പേർക്ക് കൺഫർമേഷൻ പോവുകയാണ്. ഇതിൽ നിന്നും വൈൽഡ് കാർഡിലേക്ക് ആളുകൾ തള്ളപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഡേ തന്നെ ഒരു 20-21 പേരൊക്കെ ഹൗസിനകത്ത് നമുക്ക് കാണാൻ പറ്റും, കോമണേഴ്സ് അല്ലാതെ തന്നെ.
ഇനി അടുത്ത് പറയാനുള്ളൊരു വിഷയമാണ് നമ്മുടെ കോമണാസിൻ്റെ കാര്യം. കോമണാസിനെ നേരിട്ടുള്ള ഇൻ്റർവ്യൂവിന് വിളിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. ആരെയൊക്കെയാണെന്നൊന്നും അറിയില്ല, അതൊന്നും നമ്മൾ തിരക്കേണ്ട കാര്യമില്ലല്ലോ. ഫൈനലി സെലക്ട് ആവുന്ന ആൾക്കാരെ അറിയുവാണെങ്കിൽ പറയാം. കോമണാസിനെ നേരിട്ട് കൊച്ചിയിൽ ഓഫീസിലേക്ക് സാധാരണ ഇൻ്റർവ്യൂവിന് വിളിക്കാറുണ്ട്. ഫസ്റ്റ് ഘട്ടം സൂമാണ്, ആ സൂം കഴിഞ്ഞിട്ട് നേരിട്ട് ഇൻ്റർവ്യൂവിന് വിളിക്കാറുണ്ട്. അപ്പം അങ്ങനെ നേരിട്ട് ഇൻ്റർവ്യൂവിന് വിളിച്ചു തുടങ്ങിയിട്ടുണ്ടെന്നാണ് അറിഞ്ഞത്. അപ്പം എന്തായാലും കോമണേഴ്സ് ആയിട്ട് പോകുന്ന എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്, സൂപ്പർ ആവട്ടെ. ഇനി എന്തോ ഒരു കാര്യം കൂടി പറയാൻ വന്നായിരുന്നു, ഞാൻ മറന്നുപോയി. അപ്പം ഇങ്ങനെയൊക്കെയാണ് ബിഗ് ബോസിൻ്റെ കേസുകൾ. മൊത്തം 18 പേരാണോ എന്നുള്ളതിൽ സംശയം നിൽക്കുന്നുണ്ട്. കാരണം കൂടുതൽ ആൾക്കാർ, കുറവ് വരത്തില്ല, എന്തായാലും കൂടുതൽ ആൾക്കാരാവാനുള്ള സാധ്യത കാണുന്നുണ്ട്. ബാക്കിയൊക്കെ നമ്മുടെ ലിസ്റ്റ് കൺഫേം തന്നെയാണ്, മാറ്റമൊന്നുമില്ല. അത്ഭുതങ്ങൾ സംഭവിക്കാതിരിക്കട്ടെ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം, അപ്ഡേറ്റുമായിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.